ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. UDF-ന്റെയും കോൺഗ്രസിന്റെയും ഇതിലുള്ള പങ്കിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കുന്നതാണ് ഇന്നലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ കാണാൻ പോയ സംഘത്തിൽപ്പെട്ടവർ തന്നെ ഇപ്പോൾ പറയുകയാണ്, കേരള നേതാക്കൾക്ക് അതിൽ പങ്കില്ല, ഈ സന്ദർശനം തരപ്പെടുത്തുകയും പിന്നെ ഏത് നേതാക്കന്മാർക്കാണ് അതിന്റെ ഉത്തരവാദിത്വമെന്ന് വ്യക്തമാക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ തരപ്പെടുത്തിയതനുസരിച്ചാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോയതെന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം നേരിടുന്ന ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി MP 2 കോടി രൂപ വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അത് വാങ്ങിയവരും കൊടുത്തവരും സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കേണ്ടത് ഈ 2 കോടി രൂപയെ സംബന്ധിച്ചിടത്തോളമുള്ള പിന്നെ കണക്കും ഏത് നിലയ്ക്കാണ് ഈ കാശ് വാങ്ങിയത്, അതിൽ കോൺഗ്രസ് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യം വാങ്ങിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ചെറിയ സാമ്പത്തിക തിരിമറി ഉള്ളപ്പോൾ പോലും ചില മാധ്യമങ്ങളൊക്കെ അത് വലിയ സംഭവമാക്കി ചിത്രീകരിച്ച് ഇടതുപക്ഷത്തിനെതിരായിട്ട് എങ്ങനെ അല്ലെങ്കിൽ CPM-നെതിരായിട്ട് എങ്ങനെ അത് വളച്ചൊളിച്ചു വിടാം എന്ന് സംബന്ധിച്ചത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 കോടി എന്നൊക്കെ പറയുമ്പോൾ ഒരു മുണ്ടുന്നില്ല. അപ്പോൾ ഇത് അങ്ങേറ്റ ഗൗരവമുള്ള വിഷയമാണ്. പൊതുപ്രവർത്തകർ പുറത്തേണ്ട സുതാര്യതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഇത്തരം നിലപാടിൽ കോൺഗ്രസിന്റെ ക്രിമിനൽ മുഖമാണ് തുറന്നു കാട്ടപ്പെടുന്നത്. (2019) ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി NM രാജുവിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. MP തന്നെ ഇത് ഭാഗികമായി സമ്മതിച്ചിട്ടുണ്ട്. ഈ പണം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കാം. ഇത് ചെറിയ രൂപയൊന്നുമല്ല, വലിയ തുകയാണ് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി 110 സീറ്റ് കിട്ടുമെന്ന് ഞങ്ങൾ മന്ത്രിമാരെല്ലാം പ്രഖ്യാപിച്ചതിനെ തമാശ രൂപത്തിലെടുത്ത് കളിയാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. 110 കിലോമീറ്റർ ദൂരത്തിൽ ഓടുമെന്നൊക്കെ പറഞ്ഞ് തിരിച്ചോടുമെന്നൊക്കെ പറഞ്ഞ് തരപ്പെടുത്തിയിരിക്കുകയാണ്. അത് പ്രതിപക്ഷ നേതാവിന്റെ വെറും സ്വപ്നം മാത്രമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് 110 സീറ്റ് പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 110 സീറ്റ് പിടിക്കും. അതിനൊന്നും പുറകോട്ട് തിരിഞ്ഞ് ഓടേണ്ട ഇതുവരെ പിണറായി വിജയൻ വന്നിട്ടില്ല. ഇനി അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പങ്ക് ഓരോന്നായി പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള തരംതാണ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സ്ഥലകാല ബോധത്തെക്കുറിച്ച് വേണുഗോപാൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. മറിച്ച് കോൺഗ്രസിന്റെ സമന്വയ നേതാക്കളെ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സന്ദർശിച്ചതെന്ന കാര്യത്തിൽ മറുപടി പറയാനുള്ള ബാധ്യത വേണുഗോപാലിനുണ്ട്. സോണിയാഗാന്ധി, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുമായിട്ടും ആ കുടുംബമായിട്ടും നല്ല ബന്ധമുള്ള വേണുഗോപാൽ അതിനെ സംബന്ധിച്ചിടത്തോളം
ഇതുവരെ ഒരു അക്ഷരവും കാര്യമായി പ്രതികരിച്ച് കണ്ടിട്ടില്ല. സോണിയാഗാന്ധിയെ സന്ദർശിക്കാൻ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിക്ക് ആരാണ് അവസരമൊരുക്കിയത്? അപ്പൊ അദ്ദേഹം കേസിലെ പ്രതി പറയുന്നു കേരള നേതാക്കന്മാരില്ല എന്ന് ഒരിക്കൽ പറഞ്ഞു പോകുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ അറിയാതെ ഇത്തരം കൂടിക്കാഴ്ചകൾ നടക്കുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ സോണിയാഗാന്ധി സന്ദർശിച്ചുവെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൌരവമുള്ള വിഷയമാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ലഭിക്കാത്ത ഈ അവസരം ഒരു കവർച്ചാ കേസിലെ പ്രതിക്ക് ലഭിച്ചത് ദുരൂഹമാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുമ്പോൾ സത്യങ്ങൾ പുറത്തുവരും. ഇതില് പല സത്യങ്ങളും കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള പല സത്യങ്ങളും പുറത്തുവരുമെന്ന് പേടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരായിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ ഇടപെടുന്നു എന്ന് പറയുകയും എന്തിനധികം പറയുന്നത് കോടതിയെ പോലും തള്ളിപ്പറയുന്ന ഒരു നിലപാട് എടുക്കാൻ വേണ്ടി വെപ്രാളം കൂടുന്നത് കോൺഗ്രസിന്റെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ ഓരോന്നായിട്ട് ഓരോ ദിവസത്തോറും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതിൽ വിരളിപൂണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ അന്വേഷണ സംഘത്തെയും ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിനെയൊക്കെ തന്നെ വിമർശിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നത്. കള്ളനെ കൈയോടെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭ്രാന്തിയാണ് വേണുഗോപാലിന്റെ വാക്കുകൾ നേടിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ മോഷണബന്ധം മറച്ചുവെക്കാനാവില്ല എന്ന് വേണുഗോപാലും VD സതീശനും മനസ്സിലാക്കിയിരിക്കുന്നു. വേണുഗോപാൽ ആദ്യം സ്വന്തം പാർട്ടിയിലെ സ്വർണ്ണബന്ധങ്ങളെ കുറിച്ച് മറുപടി പറയട്ടെ. അതിനുശേഷം മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്ത് നമുക്ക് ആലോചിക്കാം. ഇതാണ് ഈ ഇന്നിപ്പോ ഉണ്ടായ കാര്യത്തിൽ പറയാനുള്ളത്. കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് പുതിയ ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആദ്യ തവണ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പോറ്റിയുടെ വീട്ടിൽ ഒരിക്കൽ മാത്രമേ പോയിട്ടുള്ളൂ എന്നായിരുന്നു കടകംപള്ളി പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ വീണ്ടും സന്ദർശിച്ചതായിട്ടുള്ള ചില ചിത്രങ്ങൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്, പുറത്തേക്ക് വന്നിട്ടുണ്ട്. അയാളെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തല്ലോ. അതെ, അദ്ദേഹത്തിന്റെ ഈ ബന്ധം വീണ്ടും ചർച്ചയാവുമല്ലേ? സ്വാഭാവികമാവുമല്ലോ. അയാളെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്ന അവസരത്തിൽ ഉള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ആശയം എന്താ? ആ സമയത്തൊന്നും ഒരു ബന്ധവുമില്ലായിരുന്ന ഇപ്പോ മന്ത്രിയായ വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ സമരം മുഴുവൻ നടക്കുന്നത്. നിയമസഭയിൽ മുഴുവൻ സ്തംഭിപ്പിച്ചത് അതെല്ലാം പറഞ്ഞുകൊണ്ടാണ്. അതെല്ലാം വെറും വപ്രാളമായിരുന്നു എന്നുള്ളവരും തെളിയിച്ചല്ലോ. അടൂർ പ്രകാശത്തിന്റെ കാര്യം. ഇനിയിപ്പോ ആരെല്ലാമാണ് ഇത്തരം കോടികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കൊടുത്തതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നൊന്നായി വ്യക്തമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വ്യക്തത ആദ്യം കടകംപള്ളി പറഞ്ഞത് ഇത്തരത്തിൽ താൻ പോയിട്ടേ ഇല്ലാതായിരുന്നു. ചിത്രം വന്നപ്പോൾ ഒരു തവണ പോയി എന്ന് പറഞ്ഞു. പിന്നീട് ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് പറയുന്നത് രണ്ടാമത് പോയതിന്റെ ചിത്രങ്ങൾ. അപ്പൊ അദ്ദേഹം കടകംപള്ളി പറയാണോ എന്നാണെന്നുള്ളത് വ്യക്തത വരുത്തേണ്ടതല്ലേ? അത് പിന്നെ പ്രത്യേക അന്വേഷണ ടീം വ്യക്തത വരുത്തും. നമുക്കതെല്ലാം വരാൻ വേണ്ടി പറ്റുള്ളൂ. LDF 110 സീറ്റ് നേടുമെന്നുള്ള ഒരു സംശയമില്ല. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് LDF. ഞങ്ങളുടെ ജാഥയില് മണ്ഡല ജാഥകൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്നലെ എന്റെ നേമത്തെ ജാഥയായിരുന്നു. ഉച്ചവരെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പോവുകയാണ്. അത്ഭുതപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ജനപങ്കാളിത്തം അത് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞു. ചില പത്രക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു, അവർക്ക് അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന ജാഥ വരുന്നത് നല്ല ആൾക്കാർ. കാരണം പിന്നെ ഈ മുൻപ് കാലങ്ങളിൽ വോട്ട് മാത്രം ചെയ്യുകയും അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി പരിപാടിയിൽ നിന്ന് പങ്കെടുക്കാത്ത ആൾക്കാരെല്ലാം നല്ല പങ്കാളിത്തം വരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തിയിൽ വരുന്നു. ഒരു പിന്നെ തിരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സ്വാധീനം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു വാശി ആ കാര്യത്തിൽ വരികയാണ്. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണമില്ലല്ലോ. ഞങ്ങളുടെ മന്ത്രിമാരെ അഴിമതിയാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? ആരെങ്കിലും പറഞ്ഞോ? പിന്നെ ഏറ്റവും ഒടുവിൽ പോണ നോക്കിലെങ്കിലും അവസാനത്തെ നിയമസഭയിലെങ്കിലും
ഒന്ന് പിന്നെ ഒരു കള്ളത്തരങ്ങളും പറഞ്ഞിട്ട് പോട്ടെ. വികസന പ്രവർത്തനം നടന്നില്ലെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടില്ലാതെ ഇല്ലെങ്കിൽ പോലും നടക്കില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നില്ലേ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത്? ഇപ്പൊ ശബരിമല അയ്യപ്പന്റെ പാട്ടുമാറ്റാണല്ലോ ഇറങ്ങിയത്. ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമാക്കിയല്ലോ. കോടികൾ പിന്നെ വാങ്ങിയാണ് ഇലക്ഷനും അയ്യപ്പന്റെ കാര്യം പറഞ്ഞു. ഇപ്പോ പിന്നെ അയ്യപ്പന്റെ പാരന്റ് ഇപ്പൊ ഇറക്കിയ പാട്ടെല്ലാം വേറെ എഴുതേണ്ടി വരും. വേറെ എഴുതിയാലും ശരിയാവുള്ളൂ. ആ പാട്ട് മാറ്റിയിട്ട് വരുമല്ലോ. അപ്പൊ അതും പൊളിഞ്ഞു. പിന്നെ ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള എന്ത് കാര്യമുണ്ട്? പത്രക്കാർ എന്ത് കാര്യമാണ്? സാധാരണഗതിയിൽ മിക്കവാറും ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അഴിമതി ആരോപണമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും വളരെ സ്ട്രോങ് നിലപാടെടുത്തും ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കടുത്ത നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വികസന കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ എന്താ ഇന്നലെ കോഴിക്കോട് നടന്ന അവയവ മാറ്റിവെക്കൽ, അത് ഇന്ത്യക്ക് തന്നെ മാതൃകയല്ലേ? ഇപ്പോ ഇന്നലെ ഞങ്ങൾ കോട്ടകൽ സ്കൂളിൽ കേരളത്തിലെ 43 ലക്ഷം കുട്ടികൾക്കും പിന്നെ ഹെൽത്ത് കാർഡ് പരിശോധന ഇതുവരെ നടന്നിട്ടുണ്ടോ? അതങ്ങനെ അടുത്ത ആഴ്ച 47 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് കാർഡ് പരീക്ഷ കൊടുക്കുകയാണ്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ഇന്ത്യ രാജ്യത്ത് വേറെ ഏതെങ്കിലും സംസ്ഥാനം നടന്നിട്ടുണ്ടോ? എന്തിനും ഞങ്ങളെ മാറ്റുന്നു? യഥാർത്ഥത്തിൽ UDF കൂടെ സഹകരിച്ച് അങ്ങ് മുന്നോട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ അല്ല, ഈ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ തന്നെ വരട്ടെ എന്നുള്ള നിലപാടെടുക്കേണ്ട എണ്ണല്ല കിടന്ന് അത്യാഗ്രഹം കൂട്ടിട്ട് ഒരു കാര്യവും. UDF മത്സരിക്കാതിരിക്കണം അങ്ങനെയാണ്. അല്ല, അത് ജനാധിപത്യത്തിൽ പറയാൻ വേണ്ടി പറ്റില്ല. UDF സഹകരണം എന്ന് പറയുമ്പോൾ മത്സരിക്കാതിരിക്കണോ? അല്ല, അവര് സഹകരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വേറെ ഒന്നും അവർക്ക് പറയാനില്ലല്ലോ. UDF മത്സരിച്ചിട്ടുണ്ട് സഹകരിച്ച്. എവിടെ? നേമത്ത് 2 പ്രാവശ്യം. ഒരു ദേശീയ പാർട്ടി കിട്ടിയത് 12,000 വോട്ട്. പക്ഷേ 110 സീറ്റില് നിയമം സീറ്റും വരുമായിരിക്കും. ഉറപ്പല്ലേ? നിയമത്ത് അങ്ങ് തന്നെ ജയിക്കാൻ സാധ്യത? അങ്ങ് തന്നെ എന്നുള്ളതല്ല, നേമത്തെ LDF ജയിക്കും ഉറപ്പാണ്. ഒരു കാര്യം ഈ CPI നേതാവ് CG ബാദറിനെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി A ക്ലാസ് മീനുകൾ മാത്രം കഴിക്കൂ എന്ന വ്യക്തിയാണെന്ന്. ചൂര കൊടുത്തിട്ട് കഴിച്ചില്ല, നെയ്മീൻ കൊടുത്തപ്പോൾ കഴിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മത്സ്യം എന്തായാലും A ഗ്രേഡും B ഗ്രേഡും C ഗ്രേഡും തിരിച്ചിട്ടുണ്ട്. എല്ലാ മത്സ്യവും നമ്മളെല്ലാം അങ്ങനെയല്ലേ കഴിക്കുന്നത്. ചില ആൾക്കാർക്ക് ചില മത്സ്യം ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർക്ക് ചില മത്സ്യങ്ങൾ ഇഷ്ടമുണ്ടാവില്ല. ചില ആൾക്കാർ ബീഫ് കഴിക്കും, ചില ആൾക്കാർ മട്ടൻ കഴിക്കും, ചില ആൾക്കാർ ചിക്കൻ കഴിക്കും, ചില ആൾക്കാർ പോത്തിറച്ചി കഴിക്കും. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അത് വ്യക്തിപരമായ ഇഷ്ടത്തിന്റെയും ഭക്ഷണ രുചിയെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാന് പിന്നെ ചില മീനുകൾ കഴിക്കില്ല. ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവും, ചില ഫിഷ് അലർജി ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. വില കൂടിയ മത്സ്യം മാത്രമേ പിണറായി കഴിക്കുന്നത്. വില കൂടി എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഇഷ്ടമുള്ള വില കൂടി മാത്രമേ കഴിക്കുള്ളൂ. അത് പിന്നെ ദിവാരന് എന്റെ ഓർമ്മ ഷോയിലാണെന്ന് എനിക്കറിയില്ല. CM ഒരു ഭക്ഷണപ്രിയനാണെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല. കക്ഷി വളരെ കുറച്ച് കഴിക്കും. രാവിലെ ഒരു 1-2 ഇഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും, ഉച്ചയ്ക്ക് ചെറിയൊരു കറിയും, വൈകുന്നേരം അങ്ങനെയൊക്കെ. അല്ല, പുറത്തുനിന്ന് വേറെ പിന്നെ വാരി വലിച്ച് കഴിക്കുന്ന ഏർപ്പാടൊന്നും ചിലപ്പോ ദിവാരണ ഓർമ്മിക്കാത്ത പറഞ്ഞായിരിക്കും. ദിവാരണ നല്ല അതൊരു പുസ്തകമാകുമ്പോ ഒരു എരിയും പുളിയൊക്കെ വേണ്ടി ഇത്രയുള്ള അങ്ങനെ കണ്ടാ KTCT സ്കൂളിൽ റാങ്കിംഗ് പരാതി വന്നിട്ടുള്ള KTCT മാനേജ്മെന്റ് സ്കൂളാണ്. അവിടെ കൂട്ടം ചേർന്ന വിദ്യാർത്ഥിയാണ്. ഒരു കുട്ടിയുടെ അല്ലേ? നമ്മുടെ വകുപ്പിൽപ്പെട്ട അല്ല സ്കൂള്. അല്ല, കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? പരിശോധിക്കുമല്ലോ. അല്ല, അത് നോക്കാം എന്താണ് അങ്ങനെ റാഗിങ് മാത്രമല്ല. ഈ ഒരു ചുരിദാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ
ടീച്ചറെ അത് റിപ്പോർട്ട് കിട്ടുന്നത് കിട്ടിയില്ല. അത് ഗൗരവമായിട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു മാനേജ്മെന്റ് പെരുമാറാൻ വേണ്ടി പാടില്ല. ആ ഒരു കുട്ടിയെ കാര്യമായിട്ട് മർദ്ദിച്ച ഒരു സംഭവം 9 പേര് ചേർന്ന് കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരുപാട് അങ്ങനെ പടർന്നു പിടിച്ചു വരുന്നു സ്കൂളുകൾ. ഈ കുട്ടികൾക്കിടയിൽ അങ്ങനെ ക്രിമിനൽവാസന വർദ്ധിക്കുന്നു വരുന്നുണ്ടോ? ക്രിമിനൽ വാസനയല്ല, അങ്ങനെ ക്രിമിനൽ വാസന വർദ്ധിക്കുന്നില്ല. ഈ 1-2 കുട്ടികൾ അവർ വൈരാഗ്യവും വാശിയെല്ലാം തീർക്കുകയും അതിനാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോൺ അക്കാഡമിക് ഇഷ്യൂസിന്റെ ഒക്കെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പഠിപ്പിക്കും. അവരുടെ ബോധത്തെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം, നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം, സാറുമാരെ പോലും ചിലപ്പോൾ കൈവയ്ക്കുകയില്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളെല്ലാം ഒരുപാട് അടിയും നുള്ളും പിടിക്കും, ചോക്ക് വെച്ചുള്ളത്, ചോക്ക് പീസ് വെച്ചുള്ളതൊക്കെ അത് കിട്ടിയിട്ടുണ്ടോ? ഓപ്പോസിറ്റ് കുത്തും. നിങ്ങളെ പോലുള്ള കല്ലന്മാരെന്താ മാർഗം? അത് അവസാനിക്കില്ല. ശരിയല്ല.